ഷൈജു ആന്റണി, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം എന്നുള്ളത് മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് ഇവിടെ സഭകൾ അതിനെ കണ്ടിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി നിയമത്തെ പിന്തുണച്ചില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള വെല്ലുവിളി അടക്കം ചില ബിഷപ്പുമാർ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കണ്ടത് ഓർഗനൈസറിൽ വന്ന ലേഖനം, അത് അല്പായുസായിരുന്നെങ്കിലും ആ ലേഖനം ക്രിസ്ത്യൻ പള്ളികളുടെ സ്വത്ത് വിവര കണക്കായിരുന്നു. അത് വഖഫ് ബോർഡുകളേക്കാൾ കൂടുതലുണ്ട് ആ സ്വത്ത് എന്നുള്ള കണക്കാണ് വന്നത്. അപ്പോൾ നാളെ നിങ്ങളാണ് എന്നൊരു ബോധ്യത്തിലേക്ക് സഭ ആകെ എത്തിയിട്ടുണ്ടോ? ഇതിൽ ഈ വിവാദത്തിൽ BJPക്ക് പിന്തുണ നൽകുന്ന സമീപനം സഭകൾ എടുത്തതിനെ സഭയിൽ നിന്ന് തന്നെ പലരും വിമർശിക്കുന്നു. ഇപ്പോൾ പോൾ തേലക്കാട് അച്ഛനൊക്കെ ആ രൂപത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ഒന്ന് സ്മൃതി, പോൾ തേലക്കാട് അച്ഛൻ മാത്രമല്ല, ചില ബിഷപ്പുമാരും വേണ്ടി വന്നാൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരും, സഭ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരുമെന്ന് ചില ബിഷപ്പുമാർ പറയുകയും മറ്റൊരു ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ഈ BJPയുടെ പ്രതിനിധി ഈ K. സോമൻ അവതരിപ്പിച്ച ഒരു രീതിയുണ്ട്. അത് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ട മനുഷ്യരെ പുനരുദ്ധരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ്. ഈ ബില്ല് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്, എത്രയോ അമെന്റ്മെന്റുകൾ ഇതിനു മുമ്പ് കഴിഞ്ഞു, അപ്പോഴൊന്നും ഇത്രയും വലിയ വിവാദമായിട്ടില്ല. ഈ അമെന്റ്മെന്റ് മാത്രമാണ് ഇത്ര വലിയൊരു വിവാദമായത്. അത് പാവപ്പെട്ടവരെ പുനരുദ്ധരിക്കാനാണ് എന്ന് പറഞ്ഞു. ഈ ബില്ലിലെ ഏത് ക്ലോസിലാണ് പാവപ്പെട്ട മനുഷ്യർക്ക് ഈ സമ്പത്ത്, വഖഫിന്റെ സമ്പത്ത് ഇന്നിന്ന പോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് പറയാമോ? നിങ്ങൾ ആ ബില്ല് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക. ആ ബില്ലിൽ പൂർണ്ണമായ അവ്യക്തതയാണ്. ഒരിടത്തും ആർക്കും ഒരു പരിഹാരവുമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം പറയാനില്ല. സ്മൃതി തന്നെ നേരത്തെ ചോദിച്ചതുപോലെ, ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനിയാണ്, 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ കുറെ കൂടി ബെറ്റർ ക്രിസ്ത്യാനിയാകും. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു മുസ്ലിമാണ്, 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ കുറെ കൂടി ഒരു ബെറ്റർ മുസ്ലിമാകും എങ്ങനെ ഇവർ സർട്ടിഫൈ ചെയ്യും? ആര് സർട്ടിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല. ഇവർ മുസ്ലിങ്ങളെ പുനരുദ്ധരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ബില്ല് വരുന്നതിന് മുമ്പ് അമുസ്ലിങ്ങൾക്ക് അവരുടെ സ്വത്ത് വഖഫ് ചെയ്യാമായിരുന്നു. അമുസ്ലിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. വഖഫ് നിയമം ഉണ്ടായപ്പോൾ അമുസ്ലിങ്ങൾക്ക് ഈ അവരുടെ സ്വന്തം സ്വത്ത് വഖഫ് ചെയ്യാമായിരുന്നു. ഇപ്പൊ അമുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു മുസ്ലിമിന് പോലും ചെയ്യാൻ പറ്റില്ല. മുസ്ലിം 5 കൊല്ലം സർട്ടിഫൈ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് ഇതിനകത്ത് വഖഫിന്റെ സ്വത്തുക്കൾ കർട്ടൈൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ ലക്ഷ്യം എന്നുള്ള കാര്യം വ്യക്തമാണ്. അടുത്തത് ഇവർ പറഞ്ഞത് മുനമ്പം വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുനമ്പം വിഷയത്തിൽ പരിഹാരമെന്നല്ല, JPCയുടെ റിപ്പോർട്ട് ഇപ്പൊ പുറത്തുണ്ടല്ലോ. ഏകദേശം 1000-ഓളം പേജുണ്ട്, 986-ഓളം പേജുണ്ട്. ആ പേജിനകത്ത് ഇന്ത്യയിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ, ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ ഏൻഷ്യൻ പ്രോപ്പർട്ടീസ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ടിനെ കുറിച്ച്, അതിനകത്ത് ഏൻഷ്യൻ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ കുറിച്ച്, വിവിധ സുന്നി ഷിയ തർക്കങ്ങളെ കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരിടത്ത് പോലും മുനമ്പം എന്നൊരു പേരില്ല. എന്താണ് മുനമ്പം വിഷയം പരാമർശിക്കാത്തത്? മുനമ്പം വിഷയത്തിന്റെ ഇവർ 176 ദിവസമായി സമരം ചെയ്ത മനുഷ്യരല്ലേ? ആ മനുഷ്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇവിടുത്തെ 2 മന്ത്രിമാർ അവിടെ പോയി പ്രസംഗിച്ചതല്ലേ, കേന്ദ്രമന്ത്രിമാർ. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ JPC റിപ്പോർട്ട് മുനമ്പം വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. എന്നിട്ട് ഈ പാവം മനുഷ്യരോട് പറയുകയാണ് ട്രസ്റ്റുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിലെ വോട്ടെടുപ്പ് ചർച്ചയിൽ പറഞ്ഞു കേട്ടോ, പാർലമെന്റിലെ വോട്ടെടുപ്പ് ചർച്ചയിൽ തുടർച്ചയായി റിജിജു അടക്കം മുനമ്പം എടുത്തു പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ JPC റിപ്പോർട്ടിൽ വേണ്ട സ്മൃതി, JPC റിപ്പോർട്ടിൽ അത് ഇല്ലല്ലോ. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞ മുനമ്പം വിഷയത്തിന് പരിഹാരമാകുമെന്ന് റിജിജു പറയുന്നത് ഞാൻ കേട്ടു. എന്നാൽ അത് ഏത് ക്ലോസ് പ്രകാരമാണ് പരിഹാരമാവുക എന്ന് ഹൈബി ഈഡന്റെ ചോദ്യത്തിന് റിജിജു നിശബ്ദനായിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്? പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ട്രസ്റ്റ് ആണെന്നും ആ ട്രസ്റ്റുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും എന്നും മുനമ്പം ജനതയെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. പക്ഷെ വഖഫ് ചെയ്തത് ഫറൂഖ് കോളേജ് അല്ല. വഖഫ് ചെയ്തത് അതിനു മുമ്പ് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഒരു ട്രസ്റ്റ് അല്ല. അതുകൊണ്ട് ഇത് മുനമ്പത്തെ ബാധിക്കില്ല. ഈ സീനിയർ ആയിട്ടുള്ള അനവധി വക്കീലന്മാർ ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ബാധിക്കില്ല. ഇതിങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കെ
യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തൊട്ടടുത്ത ദിവസം ഓർഗനൈസറിൽ വന്ന വാർത്ത. വളരെ സിമ്പിളായ ഒരു ചോദ്യമുണ്ട്. ഓർഗനൈസർ എന്തിനാണ് കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളുടെ കണക്കെടുക്കുന്നത്? അവരെന്തിന് കണക്കെടുക്കണം? അവർക്ക് ഈ കണക്ക് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അവരാരാണ് കണക്കെടുക്കാൻ? അവർക്ക് ഇന്ത്യയിലുള്ള വിവിധ സഭകളുടെ ഒരു സഭയല്ല, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ ഒരു അംബർലയുടെ കീഴിൽ വിവിധ സഭകളുണ്ട്. ആ സഭകളുടെ കീഴിൽ വിവിധ കോൺഗ്രിഗേഷനുകളുണ്ട്, ഇടവകകളുണ്ട്, ട്രസ്റ്റുകളുണ്ട്, ഡയസിസ് ഉണ്ട്, രൂപതകളുണ്ട്, അവർക്ക് സ്വത്തുക്കളുണ്ട്. ഇതെല്ലാം വേർതിരിച്ചെടുത്തിരിക്കുന്നു. എന്തിന് ഇവർ കണക്കെടുക്കണം? അപ്പൊ അവർ കണക്കെടുത്തപ്പോൾ അവർക്ക് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. സ്മൃതി, ഞാൻ പറയാം, നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ കണക്കെടുപ്പ് ഇവർ കേരളത്തിൽ ആരംഭിച്ചിരുന്നു. ഞാനുമായി പലരും ബന്ധപ്പെട്ടിരുന്നു, BJP നേതാക്കൾ തന്നെ. അവർ കണക്കെടുത്തിരുന്നു. അവർ എന്നോട് ചർച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ വിഷയം അതല്ല. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ചർച്ച് ആക്ട് എന്ന് പറയുന്ന സാധനം ഇടവകകളുടെ സ്വത്തുക്കൾ ജനാധിപത്യപരമായി ഭരിക്കുന്നതിനെ കുറിച്ച് മാത്രം വ്യവസ്ഥ ചെയ്യുന്ന ഒരു സാധനമാണ് ചർച്ച് ആക്ട്. ആ സ്വത്തുക്കൾക്ക് പുറമെ രൂപതകൾക്ക്, കോൺഗ്രിഗേഷനുകൾക്ക് അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്കൊക്കെ അനവധി സ്വത്തുക്കളുണ്ട്. ഇടവകളുടെ സ്വത്തുക്കൾ വളരെ പരിമിതമാണ്. ബാക്കി സ്വത്തുക്കളും കൂടി അകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ചർച്ച് ബോർഡ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചർച്ച് ബോർഡ് ഉണ്ടാക്കിയാൽ ആ ചർച്ച് ബോർഡിനകത്ത് അത് സർക്കാരിന്റെ കീഴിലുള്ള ചർച്ച് ബോർഡാണെങ്കിൽ ഇപ്പോ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ ബോർഡിനകത്ത് 4 അമുസ്ലിങ്ങളെ വെക്കണം എന്ന് പറഞ്ഞതുപോലെ ആ ചർച്ച് ബോർഡിനകത്ത് ഇവർക്ക് ആളുകളെ വെക്കാം. ഈ ചർച്ച് ബോർഡ് താങ്കൾ വലിയ വെളിപ്പെടുത്തലാണ് നടത്തുന്നത് ഷൈജു ആന്റണി. താങ്കളെ ബന്ധപ്പെട്ടത് ആരാണ്? കുറച്ചുകൂടി വ്യക്തത തരൂ. താങ്കളെ എപ്പോഴാണ് ബന്ധപ്പെട്ടത്? വർഷങ്ങൾക്ക് മുമ്പാണോ അതോ കുറച്ചു കാലം മുൻപാണോ? എന്താണ് ആലോചന? അടുത്ത ആലോചന എന്നതിന്റെ സൂചനകളാണിത്. അപ്പോൾ താങ്കളെ മാത്രമായിരിക്കില്ലല്ലോ സ്വാഭാവികമായും ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. ഞാൻ വളരെ കൃത്യമായി പറയാം. സുരേഷ് ഗോപി ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. ഇനിയും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. സുരേഷ് ഗോപി ഇവിടെ ചർച്ച് ആക്ടിന് വേണ്ടി നടക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമായി സംസാരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ പോയി കണ്ടിട്ടുണ്ട്. ഈ ചർച്ച് ആക്ട് എത്ര പെട്ടെന്ന് നടത്താക്കാൻ പറ്റും, എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി അവരെത്ര നാൾ മുമ്പ് ഇത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ വളരെ വ്യക്തമാണെന്നേ. അവർ കൃത്യമായി അവർക്ക് വ്യക്തമായ ഒരു സമയത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഈ കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. കാരണം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചാണ്. ഒരു വട്ടമല്ല, പലവട്ടം സംസാരിച്ചാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും, അപ്പോൾ സ്വർണ്ണക്കിരീടം സമ്മാനിച്ച് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ച് നേന്ത്രക്കുല വച്ചതൊക്കെ ഇതിനാണ് അല്ലേ? അങ്ങനെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതിനകത്ത് ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട രീതിയിൽ ചർച്ചിനെ കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരും. അതിനുവേണ്ടി പലരും നമ്മൾ പഠനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഞങ്ങൾ അതിന്റെ വിവിധ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അപ്പൊ ആ സംസാരിച്ച സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല, ഞങ്ങളുടെ പ്രശ്നം മറ്റൊന്നാണ്. പക്ഷേ സഭയുടെ സ്വത്തുക്കൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിനെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാനാവില്ല. കാരണം അത് ഞങ്ങളുടെ കൂടി വേർപ്പിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഈ സഭയിലെ പുഴുക്കുത്തുകളുമായിട്ട് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷെ സഭയുടെ സ്വത്തുക്കൾ ഇതേപോലെ സർക്കാരിന്റെ പ്രതിനിധികളോ ബാക്കി ആരെങ്കിലോ കൊണ്ടുവന്ന് പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.